ഈ ഒരു റൂട്ടിലൂടെ ഒരു രാത്രി യാത്ര ചെയ്യാൻ പാടില്ല. വളരെയധികം റിസ്ക് പിടിച്ചൊരു റൂട്ടാണിത്. ലോക്കൽസ് തന്നെ പറഞ്ഞത് കേട്ടോ. ഈ ഒരു റൂട്ടിലൂടെ രാത്രി പോകാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇത് രാത്രി യാത്ര ചെയ്യാൻ പാടില്ലാത്തൊരു ഡേഞ്ചർ റൂട്ടായിരുന്നു ഹരിയാനയില. രാത്രി ഈ വഴി യാത്ര ചെയ്യണത് സീനാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. പകല് ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ നൈറ്റ് റൈഡ് ചെയ്യാൻ ഓർത്ത് ഇന്ന് ഇറങ്ങിയതാ. പകലാണെങ്കിൽ ഇവിടെ വണ്ടി ഓടിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അതാണ് രാത്രി ഇറങ്ങിയത്. ഹരിയാനയുടെ ഉൾഗ്രാമങ്ങളിലൂടെ കയറി പഞ്ചാബിലെത്തിയപ്പ ഇവിടുത്തെ ഈ ഒരു ദാബേന്റെ ഫ്രണ്ടിലാണ് ഇന്ന് ടെന്റ് അടിച്ച് കിടക്കണത്. ഇവരും പറഞ്ഞത് രാത്രി ഇവിടുന്ന് യാത്ര ചെയ്യേണ്ടെന്നാണ്. പഞ്ചാബിന്റെ ഉൾഗ്രാമങ്ങളിലൂടെ കയറി വന്നപ്പോൾ ഇതാ റോട്ടിലൊക്കെ ഇവർ തടഞ്ഞു നിർത്തി നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ പരിപാടി എന്നറിയില്ല, എന്തോ വലിയ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. റൂട്ടിലേക്കൊക്കെ വരാൻ നേരം ഇതേപോലെ ദാബേന്റെ ഫ്രണ്ടിലൊക്കെ ടെന്റ് അടിക്കുന്ന ഒരു പരിധി വരെ നമ്മൾ സേഫാണ്. ഇവർ 24 മണിക്കൂർ ഇവരിവിടെ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു നോട്ടം ഉണ്ടാവും എപ്പോഴും. ആരും ഒരാൾ സെക്യൂരിറ്റിനെ പോലെ വാളൊക്കെ തോളത്തിട്ട് നടപ്പുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ അത് വീഡിയോ എടുക്കാൻ പോയില്ല. ഇനി അവസാനം അയാൾ സീനാക്കിയാലോ. ദാബയിലെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല കിടിലൻ. ഈ ഒരു ദാബയിലട്ടാ, ഈ ഒരു ബായിയാണ് പോകണ്ടെന്ന് പറഞ്ഞ് നമ്മളിവിടെ പിടിച്ചു നിർത്തിയത്. അങ്ങനെ രാവിലെ ഇവർ ഫുഡിന്റെ പരിപാടിയൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഇവർ ഒരു 7:30-8 മണിയാവും രാവിലെ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് സെറ്റ് ആകാനായിട്ട്. രാത്രിയത്തെ ഫുഡൊക്കെ നല്ല കിടിലിനായിരുന്നു. റൊട്ടിയും ദാൽക്കറിയും. അങ്ങനെ രാജസ്ഥാനിലെ ചൂട് സഹിക്കാൻ പറ്റാതെ നമ്മൾ നേരെ ഓടിച്ചെത്തിയത് ഹരിയാനയിലേക്കാണ് കേട്ടോ. ഹരിയാനയിലേക്ക് രാത്രി വന്നപ്പോൾ അത്യാവശ്യം നല്ല വൈബുള്ള കാഴ്ചകളൊക്കെ. റോഡ് സൈഡിലൊക്കെ ഒരുപാട് കടകളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ ടീ ഷോപ്പുകളിലും ഹുക്കൊക്കെ വലിച്ചാണ് ആൾക്കാർ ഇരിക്കുന്നത്. ഡ്രൈവർമാരൊക്കെ വന്ന് വണ്ടി നിർത്തി അവിടുന്ന് ഹുക്കൊക്കെ എടുത്ത് ഓരോ കുറച്ചു നേരം വലിച്ച് പുകച്ചൊക്കെ ഇരുന്നിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രൈവ് ചെയ്യണതും. അങ്ങനെ ഫുള്ളി ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു വൈബാണ്. പക്ഷേ ഈ ഹരിയാനയിൽ രാത്രി ഈ റൂട്ടിലൂടെയുള്ള റൈഡ് സീനാണെന്നാണ് ഇതിന് മുമ്പുള്ള കടക്കാരനും പറഞ്ഞത്. ഇങ്ങനെ തന്നെ വണ്ടി നിർത്താൻ നിൽക്കേണ്ട, ആളില്ലാത്ത സ്ഥലങ്ങളിലൊന്നും ആരെങ്കിലും കൈ കാണിച്ചാൽ നിർത്താനും നിൽക്കേണ്ട, വണ്ടി എടുത്ത് വിട്ടോ, റോഡിൻ്റെ റൈറ്റ് സൈഡ് ചേർന്ന് വെടിയും പുകയും പോലെ വിട്ടോളാനാണ് കടക്കാരൻ പറഞ്ഞത്. പിന്നെ ഇടക്കിടക്ക് ഇതേപോലെയുള്ള വലിയ വലിയ വണ്ടികളൊക്കെയാണ് കാണുന്നത്. ചെറിയ ചെറിയ വണ്ടികൾ റോട്ടിൽ ഈ സമയത്ത് വളരെ കുറവാണ് കാണുന്നത്. കൂടുതലും ചരക്ക് വാഹനങ്ങളാണ് ഈ ഒരു സമയത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. വീടും കാര്യങ്ങളോ ലൈറ്റും കാര്യങ്ങളോ ഒക്കെ ചില സ്ഥലങ്ങളിലേ ഉള്ളു. ബാക്കിയൊക്കെ റോഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു രാത്രി നമ്മൾ പേടിക്കണതിൻ്റെ പ്രധാന കാരണം. ചില സ്ഥലങ്ങളിൽ മാത്രമേ വെട്ടവും വെളിച്ചമൊക്കെ ഉള്ളൂ. റോഡ് ഇങ്ങനെ വിജനമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ലൈറ്റോ വെളിച്ചോ ഒന്നുമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ ഒരു റൂട്ടിൽ. ചില സ്ഥലങ്ങളിലേക്ക് വന്ന് കയറാൻ നേരം അത്യാവശ്യം വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. ഹരിയാന ശരിക്കും രാജസ്ഥാനിൽ നമ്മൾ വന്ന് കയറി കഴിഞ്ഞപ്പോൾ ഒരു രാജസ്ഥാനിൽ ഫുള്ള് ഹൈവേ അങ്ങനത്തെ ഒരു വൈബാണ്. പക്ഷെ ഇവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോൾ റോഡൊക്കെ ചെറിയ റോഡായി. ഒരു 2 കാറിന് അപ്പുറം ഇപ്പുറം പോകാൻ പറ്റുന്ന ചെറിയ റോഡുകളാണ് ഹരിയാനയിൽ. പിന്നെ ഫുള്ള് പാടങ്ങളുടെ നടുക്കും. പിന്നെ ഇതേപോലെ ടൗണിലേക്ക് കയറി കഴിയാൻ നേരം അത്യാവശ്യം നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടാവും. പക്ഷേ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോഴാണ് സീൻ. ഇതേപോലെ ഫുള്ള് കൂരാക്കൂരി ഇരുട്ടും. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഫുള്ള് പാടങ്ങളാണ്. രാജസ്ഥാനിൽ നിങ്ങൾ ഹരിയാന കയറുമ്പോൾ ശരിക്കും പകല് വന്നതാണ് ഈ ഒരു റൂട്ടിൽ നല്ലത്. പലരും പറയണത് ഈ ഒരു റൂട്ടിലൂടെ രാത്രി പോകണ്ടെന്നുള്ളത്. അങ്ങനെ നമ്മൾ വഴി കണ്ട യുവന്മാരോട് ഇതിലും വഴി നൈറ്റ് റൈഡ് സേഫ് ആണെന്ന് വെച്ചപ്പോൾ യുവന്മാർ പറയണ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പോയിക്കോളാൻ. ഡേഞ്ചർ ഏരിയയാണ്, വഴിയിലൊന്നും വണ്ടി നിർത്താൻ നിൽക്കണ്ട, ആര് കൈ കാണിച്ചാലും നിർത്തണമെന്നാണ് യുവന്മാരും പറഞ്ഞത്. അങ്ങനെ ഇവിടുന്ന് നേരെ അമൃത്സർ വിട്ടിട്ട് ആ ഭാഗത്ത് എവിടെയെങ്കിലും പോയിട്ട് റൂം എടുത്തോളാണ് യുവന്മാർ പറഞ്ഞത്. ഇവിടെയൊക്കെ റൂമിന് ഭയങ്കര റെൻറ്റും കൂടുതലാണ്. പക്ഷേ ഈ ഒരു സൈഡിൽ റൂമുകൾ വളരെ കുറവാണ്. ഇവിടത്തെയൊക്കെ ലോഡ്ജുകളും ശരിക്കും ഹോട്ടലുകളൊന്നും കണ്ടിട്ട് നമുക്ക് മനസ്സിലാകണില്ല. ഹരിയാനയിലേക്കും പഞ്ചാബിലേക്കും വന്നപ്പോൾ ഒരു തരം ക്രൗഡ് ഭയങ്കരമായിട്ട് റോഡിൽ കുറഞ്ഞു. രാജസ്ഥാൻ്റെ റോഡുകൾ രാത്രിയാണെങ്കിൽ പോലും ഭയങ്കര ക്രൗഡായിരിക്കും. അങ്ങനത്തെ റോഡുകളാണ്, ഒരു രക്ഷയില്ലാത്ത ക്രൗഡായിരിക്കും. പക്ഷേ ഇവിടുന്ന് നമ്മൾ ഹരിയാനയിലേക്ക് വന്ന് കയറിയപ്പോൾ ലേശം ചൂട് കുറവുണ്ട് ഹരിയാനയിൽ നമ്മൾ പഞ്ചാബിലേക്ക്, ഇപ്പോൾ നമ്മൾ പഞ്ചാബിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കണം. പഞ്ചാബിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുമാതിരി വേറ് നല്ല രീതിയിൽ മാറി. അത്യാവശ്യം നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു റൂട്ടിലൂടെ പോകാൻ. ഞാൻ ശരിക്കും ഈ ഒരു റൂട്ടിലൂടെ അല്ല, ജയ്സൽമീർ വഴി അങ്ങനെ കറങ്ങി പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ആ ഒരു റൂട്ട് ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് രാജസ്ഥാൻ മൊത്തത്തിൽ സ്കിപ്പ് ചെയ്തു. ഐഫോണൊക്കെ ഹീറ്റായിട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത രീതിയിലാവും. ഐഫോൺ ചാർജ് കയറില്ല, ഫോൺ ഹാങ്ങും ആവും. അതുപോലെ തന്നെ ചാർജിങ് ആണ് പ്രധാന പ്രശ്നം. നമ്മൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കുത്തിയിട്ടാലും ഫോൺ ഹീറ്റായി കഴിഞ്ഞാൽ ചാർജ് ആവില്ല. അതാണ് രാജസ്ഥാനും ഗുജറാത്തൊക്കെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞത്. ഹരിയാനയും വന്നിട്ട് നമ്മൾ പകല് എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റ് അടിച്ചിരിക്കുക എന്നല്ലാതെ പകല് റൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം പഞ്ചാബിലേക്ക് എത്തിയപ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. പഞ്ചാബിൽ എനിക്ക് പകല് വലിയ സീൻ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഇവിടുന്ന് നേരെ പിടിക്കുന്നത് അമൃത്സർ ഏരിയയിലേക്കാണ്. അവിടെ എവിടെയെങ്കിലും പോയിട്ടൊരു റൂം എടുക്കാന്നുള്ളൊരു പ്ലാനാണ്. അവിടെ ഗോൾഡൻ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ കയറി കറങ്ങണമെന്നില്ല. നമ്മളിതൊരു റോഡ് ട്രിപ്പാണ്. ഭയങ്കര ക്രൗഡായിരിക്കും ആ ഒരു ഏരിയയൊക്കെ. ഇനിയിപ്പോൾ അവിടെ അതാണ് അടുത്ത ടൗൺ. അവിടെ ചെന്നാലും മിക്കവാറും
റൂമും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടാവുള്ളൂ. ഓൾ ഇന്ത്യ ഒക്കെ വരാൻ പ്ലാനുള്ളവർ 2-3 പേരായിട്ടൊക്കെയാണ് വന്നെങ്കിൽ നൈറ്റ് റൈഡ് വന്നതാണ് ഏറ്റവും നല്ലത്. പകലത്തെ ചൂട് നമ്മൾ അറിയണ്ട, പകൽ റൂമെടുത്ത് AC റൂമെടുത്ത് റെസ്റ്റ് ചെയ്യുക, നൈറ്റ് റൈഡ് ചെയ്യുക. അതാണ് ശരിക്കും ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥയിൽ ഈ ഒരു സമയം ഓൾ ഇന്ത്യ അടിക്കാൻ വന്നവർ ചെയ്യേണ്ട ഒരു പരിപാടി അതാണ്. ഒറ്റക്കൊന്നും ഈ ഒരു റൂട്ടിലൂടെ സോളോ അടിക്കാതിരിക്കാനാണ് ഏറ്റവും നല്ലത്. അങ്ങനെ പോകണമെങ്കിൽ ഇച്ചിരി വെയിൽ കൊണ്ടിട്ട് പകൽ തന്നെ പോണതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കുറേ നേരം ഓടിച്ച് വന്നപ്പോൾ കിടിലിനൊരു ധാബ കണ്ടിട്ട് അത്യാവശ്യം കാണാൻ വൃത്തിമനൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കയറിയിട്ട് നേരെ റൊട്ടിയും ദാൽക്കറിയും കഴിച്ച്. അങ്ങനെ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ രാത്രി പോകണ്ട, ഇവിടെ ടെൻ്റ് അടിച്ച് കിടന്നോ, ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് റൂമുണ്ട്, ഇത് വേണേൽ റൂം എടുക്കാം. ഞാൻ പിന്നെ റൂമിൽ കയറി നോക്കിയപ്പോൾ അകത്ത് ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഇവിടെ പുറത്ത് വന്ന് ടെൻ്റ് അടിച്ച്. ടെൻറ്റിന് ഇതേപോലെ തന്നെ നല്ല എയർ പാസേജ് ഉള്ളിലേക്ക് കിട്ടും. ഡബിൾ സൈഡ് ഇതുപോലെ മെഷാണ് വന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് പകലാണെങ്കിലും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടെൻറ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. അങ്ങനെ പഞ്ചാബിലേക്ക് എത്തിയിട്ട് ആദ്യം എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഒരു ധാബയാണ് കേട്ടോ. ധാബേൻ്റെ ഫ്രണ്ടിൽ കട്ടിലൊക്കെ ഉണ്ടാകും രാത്രി. ഈ വന്ന ലോറിക്കാരൊക്കെ കൂടുതലും ഇവിടെ കിടന്നായിരിക്കും ഉറങ്ങണം. അതിന് പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, ഈ ഒരു കട്ടിലേക്ക് കിടന്ന് വേണം നമുക്ക് ഉറങ്ങാം. ഞാൻ പിന്നെ കൊതുകടി കൊള്ളണ്ടല്ലോ എന്ന് ഓർത്താണ് ടെൻറ്റ് എടുത്ത് സെറ്റ് ചെയ്തത്. വണ്ടിയൊക്കെ ഇവിടെ ഒതുക്കിയിട്ട് ഇവിടുത്തെ ഈ ഒരു കട്ടിലിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഇരുന്ന് ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. ഈ കട്ടിലേക്ക് കിടന്നാൽ ഫുള്ള് കൊതുകടി നമ്മൾ നേരം വെളുക്കോളം കൊണ്ടുകൊണ്ടിരിക്കണം, അതാണ് ഇതിൻ്റെ പ്രശ്നം. ഗേജൊക്കെ കെട്ടി വെച്ച് നേരെ ഇനി നമ്മൾ പഞ്ചാബാണ്. പഞ്ചാബിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കണം പത്താംകോട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അങ്ങോട്ടേക്കാണ് ഇനി നേരെ പിടിക്കാൻ പോണത്. നമ്മളിതിൻ്റെ ഇടയിൽ വേറെ എങ്ങും പിടിക്കണില്ല. അവിടെ നമ്മൾ നെറ്റിൽ നോക്കിയപ്പോൾ ആ ഒരു സ്ഥലത്ത് കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ കുറവുണ്ട്. അങ്ങനെ ഈ ഒരു ധാബയിൽ വന്നുകൊണ്ട് ഈ ഒരു ബായിയാണ് രാത്രി പോകേണ്ട ഇവിടെ കിടന്നു എന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ചു നിർത്തിയത്. രാവിലെ ഒരു 7 മണി സമയമായിട്ടുണ്ട്. ഇവന്മാർ 6 മണിയായപ്പോൾ തന്നെ വിളിച്ച് എണീപ്പിച്ച് നമ്മളെ. ഇവിടെ കിടത്തി ഉറക്കാനൊന്നും അവന്മാർ സമ്മതിക്കില്ല. ഇവർ നമ്മളെ രാവിലെ വിളിച്ച് എണീപ്പിക്കും തോന്നുന്നു. ഇവരിപ്പോൾ ഇതാ ഫുഡിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഫുള്ള് അടിച്ചു വാരി ക്ലീനാക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് കിച്ചൺ പരിപാടികൾ ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഫുഡിൻ്റെ. 7 മണി സമയത്ത് രാവിലെ പഞ്ചാബിലൂടെ ഉള്ള റൈഡ് അടിപൊളിയാട്ടോ. ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും വന്ന പോലത്തെ ഒരു ഫീലല്ല. കാലാവസ്ഥ മൊത്തത്തിലൊന്നും മാറിയിട്ടുണ്ട്. പഞ്ചാബിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ വൈകിട്ടും രാത്രിയൊക്കെ അടിപൊളി ഒരു വെതറായിരുന്നു. ഹരിയാനയിൽ ഞാൻ വന്ന വഴികളിലെ റോഡുകൾ വെച്ച് നോക്കുമ്പോൾ പഞ്ചാബിലെ റോഡുകൾ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി വലിപ്പമുണ്ട്. റോട്ടിൽ കുറച്ചും കൂടി തിരക്കുമുണ്ട് പകൽ സമയത്ത്. ഹരിയാനയിൽ ടൗണുകളിലൊക്കെ മാത്രമേ തിരക്കുള്ളൂ. ബാക്കി ചില ഏരിയകളിലൊന്നും വലിയ റോഡൊക്കെ ശരിക്കും ഫ്രീ ആയിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു സ്ഥലങ്ങളിലൊന്നും തന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് ഞാൻ വന്ന ഈ ഒരു റൂട്ടിൽ ഇതുവരെ എങ്ങും തന്നെ പെട്രോളിൻ്റെ പ്രശ്നങ്ങൾ എങ്ങും തന്നെ ഇല്ല കേട്ടോ. രാജസ്ഥാനിൽ നിന്ന് അവർ വെറുതെ കുറേ പറഞ്ഞ് പേടിപ്പിച്ച് ഹരിയാനയിൽ പെട്രോൾ കിട്ടാനില്ല. പഞ്ചാബ് വരെ ഇവിടെ ഒരു സീനും ഇല്ല. ഒരു റൂം കണ്ട് അങ്ങോട്ടേക്ക് വണ്ടി ഓടിക്കാൻ ചെറിയൊരു മടിയുണ്ട്. എവിടെയെങ്കിലും കിടന്നുറങ്ങിയിട്ട് ഇന്നലെ അവിടെ കിടന്നുറങ്ങിയോണ്ട് ഉറക്കം റെഡിയല്ല. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ വന്നിട്ട് എങ്ങും തന്നെ റൂമില്ല കേട്ടോ. ഇതൊക്കെ ഫുള്ള് ലോക്ക് ചെയ്തിട്ടേക്ക്. ഇതിൻ്റെ അകത്ത് ആൾക്കാരും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മളിനി ഇവിടുന്ന് ഇനി അടുത്തത് തിരിച്ച് പിടിക്കണം. വഴിയിൽ എവിടെയെങ്കിലും റൂം കണ്ടു കഴിഞ്ഞാൽ റൂം എടുത്ത് കിടന്നുറങ്ങാനുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പല സ്ഥലങ്ങളിലും റൂം കിട്ടാനില്ല. ഉള്ള സ്ഥലത്താണെങ്കിൽ ചില സ്ഥലത്ത് 4000-3000 ഒക്കെയാണ് ഇവർ റേറ്റ് പറയണത് AC റൂമിന്. ഈ ധാബകളിൽ തന്നെ റൂമുകളൊക്കെ ഉണ്ടാകും ചെറിയ പൈസക്ക്. പക്ഷേ ചൂടും കാര്യങ്ങളൊക്കെ ഇരിക്കും. AC ഒന്നും ഉണ്ടാവില്ല. AC ഉള്ളതാണെങ്കിലും വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല ഈ ധാബയില. പക്ഷെ പല സ്ഥലത്തും റൂമില്ല. ഈ ഡ്രൈവർമാർ കൂടുതൽ ഇവിടെ തന്നെ ആയിരിക്കും ഉറങ്ങണത്. അതുകൊണ്ട് ഇപ്പം കയറിയ സ്ഥലത്തും റൂമില്ല, എല്ലാം ഫില്ലാണ്. 12 മണിക്ക് ശേഷം ഉണ്ടാവുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ അത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണതിൽ മാക്സിമം ഓടിച്ചെത്താവുന്ന അത്ര എത്തിയിട്ട് ആ ഒരു 12 മണിയാകുമ്പോൾ എവിടെ എത്തണം, അവിടുന്ന് റൂം എടുക്കുക എന്നുള്ളതാണ് എൻ്റെ യഥാർത്ഥ പ്ലാൻ ശരിക്കും.
ഇനി പോണ വഴിക്ക് ചെറിയ പൈസ ഒക്കെ എവിടെയെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എടുക്കും. അമൃത്സർ ഗോൾഡൻ ടെമ്പിളിന്റെ അടുത്ത് എത്തിയിട്ടാ. ഇവിടെയൊക്കെ എത്തിയപ്പോൾ തന്നെ ക്രൗഡായി തുടങ്ങി. നമ്മൾ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് ഗോൾഡൻ ടെമ്പിളിന്റെ അങ്ങോട്ട് പോണില്ല, അല്ലാതെ ടൗണ് കയറാതെ തന്നെ നേരെ വിടാനാണ് പ്ലാൻ. അങ്ങനെ അണ്ണൻ ഇവിടെ ആലു പൊറോട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. റൊട്ടി ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു ചായ മാത്രം കുടിച്ചിട്ട് നേരെ വിടാനാണ് എൻ്റെ പ്ലാൻ. ഈ ഒരു ക്രൗഡിനകത്തേക്ക് നമ്മൾ രാവിലെ തന്നെ കയറി കഴിഞ്ഞാൽ ഫുള്ള് സീനായി പോകും. ക്രൗഡുള്ള സ്ഥലങ്ങളിൽ മാക്സിമം നമ്മൾ വണ്ടിയായിട്ട് കയറണില്ല. ഇവിടുത്തെ ചായയൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നത് പഞ്ചാബിന്റെ ഒരു ബോർഡർ ഏരിയയാണ്. ശരിക്കും കാശ്മീരിലേക്കും ഹിമാചലിൻ്റെയൊക്കെ ഒരു ബോർഡറായിട്ട് ഒരു പത്താൻകോട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വെച്ച് പിടിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ അവിടെയാണ് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ. ഈ അമൃത്സർ ടൗണിൽ റൂമുണ്ട്, പക്ഷെ ഭയങ്കര ക്രൗഡ്. അവിടെ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. ഒരച്ചിലും പിടിച്ചിലൊക്കെ വീട് അവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതാണ് അവിടുന്ന് സ്കിപ്പ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഈ ഉള്ളേരിയ കയറിയിട്ട് ഇവിടെയെങ്കിലും റൂമും കാര്യങ്ങളൊന്നും കിട്ടാനില്ല. ഇനിയിപ്പോൾ പത്താൻകോട്ടിലെ റൂം ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇതാ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഇവർ നമ്മളെ കൈ കാണിച്ച് നിർത്തി എന്തോ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. എന്താ സംഭവം എന്നറിയില്ല കേട്ടോ. പെപ്സി എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ലിക്കർ ഉണ്ടാകുന്നറിയില്ല. എന്തോ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. റോഡ് സൈഡിൽ തന്നെ ഇതൊരു പഞ്ചാബിൻ്റെ ഒരു ഉൾഗ്രാമമാണ്. ഞാൻ എന്തായാലും വാങ്ങിയ സാധനം കുടിച്ചു നോക്കി. ഇത് പെപ്സിയാണ് കേട്ടോ. അതിൽ വേറെ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. പാട്ട് വെച്ചേക്കണത് കൊണ്ട് തന്നെ നല്ല സൗണ്ട്. അവൻ്റെ ചെവിയിൽ ചോദിച്ചത് എന്താ സംഭവം, എന്താ പരിപാടി എന്ന്. എന്തോ ഒരു ഫോട്ടോ ഒക്കെ ചൂണ്ടിക്കാണിച്ച് തന്നു കേട്ടോ. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവൻ പറഞ്ഞു എന്താണെന്ന് ഞാൻ കേട്ടില്ല. അങ്ങനെ ഇതാ നമ്മൾ ഇവിടുന്ന് ഇനി വണ്ടി എടുത്ത് നേരെ പത്താൻകോട്ടേക്ക് പിടിക്കുകയാണ്. ഇനി പഞ്ചാബിൻ്റെ ഉൾഗ്രാമ കാഴ്ചകളാണ് ഇനി നമ്മൾ കുറച്ചു നേരം കണ്ടുകൊണ്ടിരിക്കാൻ പോണത്. സംഭവം ഒരു കേരളമായിട്ടൊക്കെ ചെറിയൊരു സാമ്യമുണ്ടെങ്കിൽ നമ്മൾ വന്ന് ഇങ്ങനെ അറ്റത്തേക്ക് എത്താനായപ്പോൾ മൊത്തത്തിൽ പച്ചപ്പും അത്യാവശ്യം നല്ലൊരു വെതറും. വെയിലുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊന്നും നമ്മുടെ മേത്തേക്ക് അടിക്കാനില്ല. ഇത് അത്യാവശ്യം ഒരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ. ഈ പത്താൻകോട്ടിലേക്ക് പോകണം. അമൃത്സർ കഴിഞ്ഞ് ഈ ഒരു റൂട്ട് വന്നപ്പോൾ കാഴ്ചകളും മാറി, ക്ലൈമറ്റും മാറി, അത്യാവശ്യം നല്ലൊരു വെതറുമാണ്. അപ്പൊ ഇനി പത്താൻകോട്ട് എത്തിയിട്ട് കാശ്മീർ വരെയുള്ള അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം.